ഓണത്തിനെ വരവേറ്റ് വയനാട് ഇരുളത്ത് 25,000 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ കൂറ്റൻ പൂക്കളം ഒരുങ്ങി. ഇരുളം ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഒരുക്കിയ പൂക്കളം കേരളത്തിലെ ഏറ്റവും വലിയ ഔട്ട്ഡോർ ഓണപ്പൂക്കളങ്ങളിലൊന്നാണ്. ലയൺസ് ക്ലബ് ഇരുളത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികളും വിവിധ സാംസ്കാരിക പ്രാദേശിക കൂട്ടായ്മകളും ചേർന്നാണ് ഈ മനോഹരമായ പൂക്കളം തീർത്തത്. വയനാട് ഇരുളത്ത് നിന്നും എം മുബാറക്ക് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരളത്തിൽ ഉത്രാടത്തിരക്കിലാണ് എല്ലാ ഓണം ആഘോഷിക്കുന്ന ആളുകളും. എവിടെയാണ് യഥാർത്ഥ ഓണമെന്ന് പരതി നടക്കുന്ന ആളുകൾക്ക് ഒരു കാഴ്ച കാണിച്ചു തരാം. അതായത് വയനാട് ജില്ലയിലെ ഇരുളത്താണ് യഥാർത്ഥ ഓണം എന്നുള്ളതാണ്. കാരണം ഒരു കാഴ്ചക്കാർക്ക് വിസ്മയം ഒരുക്കി 25,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ ഒരു മഹാപൂക്കളം ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇരുളത്തെ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് ഒരു തുറന്ന പൂക്കളം ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. കോഴിക്കോട് നമ്മൾ ഇൻഡോറിൽ ഏറ്റവും വലിയ പൂക്കളം കണ്ടു, എന്നാൽ പുറത്ത് ഔട്ട്ഡോറിലെ ഏറ്റവും വലിയ പൂക്കളമാണ് ഇരുളത്ത് ഒരുക്കിയിരിക്കുന്നത്. അതിന്റെ സംഘാടകരാണ് നമുക്ക് പിന്നിലുള്ളത്. അവരോട് തന്നെ നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. ചേട്ടാ, എന്താണ് ഇങ്ങനെ ഒരു പൂക്കളത്തിന്റെ ഒരുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ്? എന്താണ് അതിന്റെ പ്രത്യേകത? ആരാണ് ഇതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നത്? അതായത് ആദ്യമായിട്ട് ഇതിനെ പറ്റിയിട്ട് ഒരു ആലോചന നടന്നത് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ്. പിന്നീട് ഒരു സംഘാടക സമിതി രൂപീകരിച്ച് ഇറളം പ്രദേശത്തുള്ള മറ്റ് ക്ലബ്ബുകളെ അതുപോലെ മറ്റേ വ്യാപാര സംഘടനകളെ എല്ലാവരെയും കൂടെ ചേർത്തുകൊണ്ടാണ് ഈ ഓണം ആഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് ഇറളത്താണ് ഓണം 2K26 എന്നുള്ള പേരിൽ ഒന്നാം സാംസ്കാരിക ഉത്സവമായിട്ട് തന്നെയാണ് നമ്മൾ നടത്തുന്നത്. ഈ മാസം 5-ാം തീയതി ആരംഭിച്ച പരിപാടികൾ 27-ാം തീയതിയോട് കൂടിയിട്ട് അവസാനിക്കുന്നതാണ്. ഇതാരാണ് ഇദ്ദേഹമാണ് സ്പോൺസർ. ഇതിനു വേണ്ടി നിങ്ങൾക്ക് എല്ലാ സഹായം ചെയ്തതെന്ന് അറിയുന്നു. എന്താണ് പേര്? എന്താണ് ഇങ്ങനെ ഒരു സഹായം ചെയ്യാനായിട്ട് ഇതിലൊരു കൂട്ടായ്മയ്ക്ക് ഒപ്പം നിൽക്കാനുള്ള അതിനൊരു കാരണം? ഇറളത്താണ് ഓണം അതിൻ്റെ സ്പോൺസർഷിപ്പിന് വേണ്ടി വർണ്ണ ഗ്രൂപ്പിനെ സമീപിച്ചപ്പോൾ അത് വളരെ സന്തോഷമായി. ഇങ്ങനെ ഒരു തീം 25,000 സ്ക്വയർ ഫീറ്റിൽ ഇങ്ങനെ ഒരു വലിയ പൂക്കളം ഒരുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വർണ്ണ എന്തുകൊണ്ടും അതിൽ ഭാഗമാവണം എന്നുള്ളൊരു തീരുമാനമായി. എന്തായാലും ഞങ്ങൾ 36 കൊല്ലമായി കേരളത്തിൽ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ സൊല്യൂഷൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇങ്ങനൊരു സംരംഭം പറഞ്ഞപ്പോൾ അതിൽ പങ്കെടുക്കണം എന്നുള്ള തീരുമാനം ഉണ്ടായി. അതിനുള്ള എല്ലാ സപ്പോർട്ടുകളും ചെയ്യാൻ പറ്റി. പക്ഷേ ഇന്നിവിടെ വന്ന് കണ്ടപ്പോൾ വളരെ സന്തോഷമായി. ഇത്രയും ഇങ്ങനെ മഴ നടന്നിട്ട് പോലും അത് വളരെയധികം നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിമനോഹരമായൊരു ഓണപ്പൂക്കളമാണ് ഒരുക്കിയിട്ടുള്ളത്. അതിൽ നിരവധി പ്രത്യേകതകളുണ്ട്. അതിലൊരു ആനയുടെ ചിത്രം നമ്മൾക്ക് കാണാം. ആകാശ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. അതിവിടുത്തെ മണിയൻ എന്ന പേരുള്ള ഒരു ആനയാണ്. ഈ നാട്ടുകാരനായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടുത്തെ ജനങ്ങളുമായിട്ട് അത്രയധികം ബന്ധം പുലർത്തിയിരുന്ന ഒരു ആന. കാട്ടാനയാണ്, പക്ഷേ ഇവിടുത്തെ ആളുകൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ഇവരോടൊപ്പം ജീവിച്ചു പോയ ഒരു ആയിരുന്നു. അതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് അതിന്റെ ദൃശ്യവും ആ പൂക്കളത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ചേട്ടാ, എന്നാണ് ഈ പൂക്കളം ഇട്ട് തുടങ്ങിയത്? പിന്നെ ഒരുപാട് കഷ്ടപ്പാടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. മഴയത്ത് പോലും നിങ്ങൾ ഇറങ്ങി നിന്ന് ഇതിന് സഹകരിക്കാൻ തയ്യാറാകുകയാണ്. എന്നാണ് ഇതിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയത്? നമ്മൾ വളരെ മുന്നേ തന്നെ ഒരുക്കങ്ങളെല്ലാം തയ്യാറാക്കിയിരുന്നു. പക്ഷെ നമ്മൾ ഇടാൻ തുടങ്ങുന്നത് ഇപ്പോൾ ഒരു 4 ദിവസമായി. അതിൽ 2 ദിവസം നമ്മൾ പൂക്കളത്തിന് വേണ്ടിയിട്ട് വരയെല്ലാം നടത്തിയിരുന്നു. പക്ഷേ നമ്മുടെ പ്രതികൂലമായ കാലാവസ്ഥ മഴ കാരണം അതൊന്നും സാധിച്ചില്ല. ഇന്നലെ പൂർണ്ണമായിട്ട് പൂക്കളം ഇട്ടതിന് ശേഷം നമുക്ക് വലിയ മഴ വന്നതിന് ശേഷം നമുക്ക് ലേശം ഭാഗ്യമായ കേടുപാടുകൾ ഉണ്ടായി. പിന്നീട് അത് പാതിരാത്രി തന്നെ നേരെ വെളുക്കുന്നേരം വരെ നമ്മൾ നന്നാക്കി. നമ്മുടെ പിള്ളേരെല്ലാവരും പൂർണ്ണമായിട്ട് സഹായിച്ചു. നമ്മുടെ നാട്ടുകാർ പരിപൂർണ്ണമായിട്ട് സഹായിച്ചു. എന്തായാലും നമ്മൾ കഴിഞ്ഞ 5-ാം തീയതി തുടങ്ങിയ പ്രോഗ്രാമുകളാണ് ഓണാഘോഷ പരിപാടികൾ. അതിൽ മെഗാ ഇവന്റാണ് നമ്മുടെ ഈ മെഗാ പൂക്കളം എന്ന് പറയുന്നത്. 27-ാം തീയതി വരെ നമ്മുടെ പ്രോഗ്രാമുകളുണ്ട്. അത്രയും ദിവസം നമുക്ക് ഇവിടെ സന്ദർശകർക്ക് വേണ്ടിയിട്ട് നമ്മൾ തുറന്നു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പം തന്നെ 10,000-കണക്കിന് ആൾക്കാരോട് വന്നു പോയിട്ടുണ്ട്. ഇനിയും അതിലേറെ നമ്മൾ വളരെയധികം ആൾക്കാരെ പ്രതീക്ഷിക്കുന്നു. എന്തായാലും കേരളം ഞെട്ടിയിരിക്കുകയാണ് ഈ ഒരു പൂക്കളം കണ്ടിട്ട്. നമ്മൾ ഇതുവരെ ഈ ഉരുളത്തുകാർ പോലും അല്ലെ കേരളത്തിൽ ആരും തന്നെ ഇത്രയും വലിയൊരു പൂക്കളം കണ്ടിട്ടുണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ്. എന്തായാലും ഇരുളത്തുകാർ വന്ന ആവേശത്തിലാണ്. ഈ ഓണക്കാലം കേരളമെമ്പാടുമുള്ള മലയാളികൾ അടിച്ചു പൊളിക്കട്ടെ എന്നറിയാം. നമുക്കൊരു ആർപ്പോ വിളി കേൾക്കാം. ഇവിടുത്തെ ചേട്ടാ, ഒരു ആർപ്പം വിളിച്ചോ. ആർപ്പോ അപ്പൊ യഥാർത്ഥ ഓണം ഇരുളത്താണ് എന്ന് ഉറപ്പല്ലേ? ഓക്കെ, അപ്പൊ ഇരുളത്താണ് യഥാർത്ഥ ഓണം. ക്യാമറ പേഴ്സൺ ജിതിൻ ജോസിനൊപ്പം എം മുബാറക്, ന്യൂസ് മലയാളം.